പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് ഭാഗ്യം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരായി ദൈവത്തിന് നമ്മെ കാണുവാൻ കഴിഞ്ഞെങ്കിൽ ജീവിതത്തിൽ ഇന്ന് നമ്മെ പോലെ ഭാഗ്യവാന്മാർ ആരും തന്നെ കാണുകയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായിരിക്കും നമ്മൾ. ദൈവത്തിന് സ്തോത്രം. കാരണം ഈ ലോകത്തിലെ ജനങ്ങൾ മുഴുവനും ദൈവത്തെ അന്വേഷിക്കാത്തവരായി ആ ടെൻഡൻസി അവരിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കാലയളവിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്ദേശം കേട്ട് ദൈവത്തിന്റെ ആലോചനകൾ കേട്ടുകൊണ്ട് ദൈവവചനത്തെ ധ്യാനിപ്പാൻ ലഭിക്കുന്നതായ ഭാഗ്യം, നാം പോകുന്ന വഴിയിലൊക്കെയും ദൈവം നമ്മെ എതിരേറ്റ് വന്ന് തന്റെ ദൂതനെ നമുക്ക് മുൻപായി അയച്ച് നമ്മുടെ ദുർഘടങ്ങളെ മാറ്റി നമ്മുടെ പാതകളെ നേരെ ആക്കി തരും. ചൊവ്വായ പാതകളിൽ കൂടെ നടത്തുവാൻ ദൈവത്തിന്റെ വചന ആ ധ്യാനം നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ പ്രഭാതത്തിൽ ധ്യാനത്തിനായി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നതായ വചനം അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് കടന്നു വന്നിട്ട് അവിടെ അവരുമായി സംസാരിക്കുമ്പോൾ പത്രോസ് വായി തുറന്ന് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുമ്പോൾ എനിക്ക് കർശനമായ ഒരു ഓർഡർ തന്നു. എന്താണ് ആ ഓർഡർ എന്നറിയാമോ? ഇനിയും മേലാൽ ആരെയും മലിനനെന്നോ അശുദ്ധനെന്നോ നീ പറയരുത് എന്ന് ദൈവം എനിക്ക് വ്യക്തമായി കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. ഇത് കേവലം കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പോകുന്ന പത്രോസിന് അന്നേരത്തേക്ക് മാത്രം കിട്ടിയ ഒരു ഓർഡർ അല്ല. ജാതികളുടെ ഇടയിലേക്ക് അർഹരല്ലാത്ത, ദൈവസന്നിധിയിൽ മാന്യരല്ലാതിരുന്നതായ, അംഗീകാരമില്ലാതിരുന്ന വ്യക്തിത്വങ്ങളെ ദൈവം അംഗീകരിക്കുമ്പോൾ അവരെ ദൈവം എങ്ങനെയാണ് അവരെ കരുതിയത്, അംഗീകരിച്ചത് എന്ന് വ്യക്തമായി ഇവിടെ എടുത്തു കാണിക്കുകയാണ്. അതിനുമായി ബന്ധപ്പെട്ടതായ ആ സുവിശേഷവും ഏന്തിക്കൊണ്ട് പോയതായ കർത്താവിന്റെ സന്ദേശവുമായി പോയ പത്രോസിനോട് ദൈവം പറയുകയാണ്, പത്രോസേ, ഇസ്രായേലിയനെ, യഹൂദനെ, പരിച്ഛേദനയേറ്റവനെ, നിന്റെ പരിച്ഛേദനയുടെ മഹത്വവും നിന്റെ ജാതിയുടെ മഹത്വവും ഒക്കെ അതൊരു വശത്ത്. എന്നാൽ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നുള്ളതായ ദൈവത്തിന്റെ വചനം ഭൂമിയിൽ നിവൃത്തിയായപ്പോൾ അവനിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ഞാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും മേലാൽ ആരെയും അശുദ്ധനെന്നോ മലിനനെന്നോ നീ പറയരുത്. കാരണം നീ പറയുന്നതിനും ചിന്തിക്കുന്നതിനും മുൻപ് ഒരു പക്ഷെങ്കിൽ ഞാൻ അവരെ ശുദ്ധീകരിച്ചിട്ടുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു ദൈവദാസന്റെ മരണത്തോടുള്ളതായ ബന്ധത്തിൽ ഒരു സീനിയർ പാസ്റ്ററോട്, ഒരു സഭയുടെ ചീഫ് പാസ്റ്റർ എസി തോമസിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. ഇന്ന വ്യക്തികൾ മരണത്തിന് സാഹചര്യമായപ്പോൾ ഇന്ന രീതിയിലുള്ള ആപത്ഘട്ടങ്ങളിലാണല്ലോ അവർ മരിച്ചത്. അതിന് എന്താണ് ന്യായീകരണം? ദൈവസന്നിധിയിൽ അവർ കാണപ്പെടുമോ എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നതായ ഒരു മറുപടിയുണ്ട്. നമ്മുടെ നാവുകൊണ്ട് അവർ അശുദ്ധരെന്നോ അവരതിന് യോഗ്യരെന്നോ അല്ലെങ്കിൽ അവർ ചെയ്ത പാപത്തിന്റെ ഫലമാണ് അവർക്ക് കിട്ടിയത് എന്നോ നമ്മൾ പറയുവാൻ പാടില്ല. കാരണം നമ്മൾ പറയുന്നതിനും ചിന്തിക്കുന്നതിനും മുമ്പായി മരണത്തിന്റെ അവസാന നിമിഷത്തിന് മുമ്പ് ദൈവവും താനുമായിട്ടൊരു എഗ്രിമെന്റിൽ വന്നിട്ടുണ്ടാകാം. അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ദൈവം തനിക്കുള്ളവരെ ഒരു നാളും കൈവിടുക ഇല്ല എന്നുള്ള ഒരു വചനം നിലനിൽക്കയിൽ ഒരു പക്ഷെങ്കിൽ അവസാന ശ്വാസത്തിങ്കൽ അവരുമായി ദൈവം ഒരു നീതീകരണത്തിന്റെ പാതയിലേക്ക് അവരെ നയിച്ചുവോ, എന്നോട് ക്ഷമിക്കണമേ, സോറി ലോർഡ് എന്ന് പറയുവാൻ ഒരു സാഹചര്യം ദൈവം സൃഷ്ടിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയായികയാൽ നമ്മുടെ നാവ് കൊണ്ട് വിധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കൂ, ദൈവത്തിന്റെ പദ്ധതി എത്ര ബഹുലമാണെന്നറിയാമോ? കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നിന്ന് 2-3 സഹോദരന്മാർ, പുരുഷന്മാർ വന്ന് പത്രോസേ, നിന്നെ അന്വേഷിക്കുമ്പോൾ നീ ധൈര്യമായി അവരോടുകൂടെ പോവുക എന്ന് ദൈവത്തിന്റെ ആത്മാവ്
വിവശതയിൽ പത്രോസിനോട് സംസാരിച്ചപ്പോൾ താൻ കണ്ടതായ ദർശനം പോലെ തന്നെ 2-3 പുരുഷന്മാർ പത്രോസ് താമസിച്ചിരുന്നതായ മാളിക മുറിയുടെ താഴത്തെ ഗ്രൗണ്ടിൽ വാതിലിൽ വന്നു മുട്ടി. പത്രോസ് ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചു, യെസ്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? പത്രോസിനെയാണോ? എങ്കിൽ അത് ഞാനാണ്. ദൈവം എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ 2-3 പുരുഷന്മാർ വരും, നിങ്ങളുടെ കൂടെ പോകണം എന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പത്രോസ് അവരോട് പറയുകയുണ്ടായി. അവരും തിരിച്ചൊരു ചരിത്രം പറഞ്ഞു. എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ യജമാനൻ, അദ്ദേഹം 100 പേർക്ക് അധിപനായ ഒരു കേണൽ, മിലിറ്ററി ഓഫീസറാണ്, നീതിമാനാണ്, യഹൂദന്മാരാൽ സാക്ഷ്യം ലഭിച്ചവനാണ്. താൻ അറിഞ്ഞ സത്യത്തിൽ തന്റെ മനസാക്ഷിക്ക് വിരോധമായി ഒന്നും ചെയ്യാതെ സത്യദൈവത്തെ കണ്ടുമുട്ടണമെന്നും രക്ഷയുടെ മാർഗത്തെ അന്വേഷിക്കണമെന്നുമൊക്കെ തന്റെ മനസാക്ഷിയിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പതിവായി. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിക്കയിൽ കഴിഞ്ഞ രാത്രിയിൽ തനിക്കൊരു വിശുദ്ധ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അതിന്റെ അർത്ഥം 22-ാം വാക്യം, 10-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ഒരു വിശുദ്ധ ദൂതൻ തനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൂതന്മാരിലും വിശുദ്ധനുമുണ്ട്, അശുദ്ധനുമുണ്ട്. വിശുദ്ധ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുമ്പോൾ വിശുദ്ധിയുടെ പ്രമാണത്തെക്കുറിച്ച് സംസാരിക്കും. എന്നാൽ അശുദ്ധ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുമ്പോൾ അശുദ്ധിയുടെ കാര്യങ്ങൾ എടുത്തു കാണിക്കും. ഒരു വ്യക്തിയിലെ അശുദ്ധികൾ എടുത്തു കാണിക്കും, മാലിന്യങ്ങൾ എടുത്തു കാണിക്കും, അവന്റെ ജീവിതത്തിലെ പിഴവുകളും പോരായ്മകളും എടുത്തു കാണിക്കും. അവൻ നിന്നേക്കാൾ എത്ര അയോഗ്യനെന്ന് നിന്റെ മുൻപിൽ അവൻ വരച്ചു കാട്ടും. നോക്കൂ, പരീശന്മാരും പാപിയും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോകുകയിൽ പരീശന് തന്നെ അവനോട് അശുദ്ധ ദൂതൻ പരീശനോട് സംസാരിച്ചു. എന്നാൽ ഒരു വിശുദ്ധ ദൂതൻ വന്ന് ചുങ്കക്കാരനോട് സംസാരിക്കുമ്പോൾ അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി, എനിക്ക് നിന്നോട് നിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിപ്പാൽ പോലും യോഗ്യതയില്ലാത്തവന് നിന്നെ തന്നെ താഴ്ത്തണം. നോക്കൂ, 2 ദൂതന്മാരുടെ സംഭാഷണം. ഇതാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. വിശുദ്ധ ദൂതൻ പത്രോസിനും കൊർന്നല്യോസിനും ഒരേ അവസരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ ദൂതൻ പത്രോസിനോട് പറഞ്ഞത്, ഇനിയും മേലാൽ നീ ഒരു മനുഷ്യനെയും മലിനനെന്നോ അശുദ്ധനെന്നോ പറയരുത്. സ്തോത്രം. പറയരുത്, ചിന്തിക്കരുത്. കാരണം നീ പറയുന്നതിന് മുമ്പ് ഒരു പക്ഷെങ്കിൽ ഞാൻ അവരെ ശുദ്ധീകരിച്ചിട്ടുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മാലിന്യതകളും അശുദ്ധികളും എണ്ണുന്നത് ദൈവസന്നിധിയിൽ യോഗ്യമല്ല. അത് ഒരു അശുദ്ധ ദൂതന്റെ കൽപ്പനയാലാകുന്നു അത് സംഭവിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ ധരിപ്പിക്കുന്നത് എന്തെന്നാൽ, നമ്മോട് 2 ദൂതന്മാർ സംസാരിക്കും, അശുദ്ധ ദൂതനും വിശുദ്ധ ദൂതനും. ദൂതന്മാരിൽ വ്യത്യാസമുണ്ട്, ദൂതന്മാരുടെ സന്ദേശങ്ങളിൽ വ്യത്യാസമുണ്ട്. ദൂതന്മാരുടെ സന്ദേശങ്ങളിൽ വിശുദ്ധിയും അശുദ്ധിയുമുണ്ട്. അശുദ്ധനായ ദൂതൻ നമ്മുടെ സ്റ്റാറ്റസിനെ കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും നമ്മുടെ ശുദ്ധിയെക്കുറിച്ചും നീതീകരിച്ച് നമ്മളോട് സംസാരിക്കും. എന്നാൽ ഒരു വിശുദ്ധ ദൂതൻ നമ്മോട് സംസാരിക്കയിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരെങ്കിലും ദൈവത്തിന്റെ മഹാദയ വിശ്വാസത്താൽ നാം രക്ഷയെ പ്രാപിപ്പാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ കുറവുകളും പാപങ്ങളും നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുവാൻ തക്കതായ അധികാരമുള്ള ഒരു രക്തത്തിന്റെ, ആ വിലയേറിയ രക്തത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. അത് നമുക്ക് താഴ്മയെ ധരിക്കുവാനുള്ളതായ ബോധം നമുക്ക് സമ്മാനിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിതത്തിൽ വിശുദ്ധ ദൂതന്മാരുമായിട്ടുള്ള സംസർഗം കാക്ഷിപ്പീൻ. അത് വിശുദ്ധിയുടെ പ്രമാണത്തെ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ പോകുന്ന വഴികളൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ദൈവം സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് നടകൊള്ളുവാൻ അത് സാധിക്കുന്നു. നിന്റെ വഴിയിലുള്ള ദുർഘടങ്ങളെ ദൈവം നേരെയാക്കി തരുന്നു. നിന്റെ മുൻപിൽ ദൈവം നിനക്കായി പോയി യുദ്ധം ചെയ്യുന്നു. അസാധ്യമായതിനെയൊക്കെയും ദൈവം നിനക്ക് സാധ്യമാക്കി തരുന്നു. വിശുദ്ധ ദൂതന്മാരുമായി വിശുദ്ധിയുടെ പ്രമാണത്തെ ധരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന്റെ വചനം ഒരു പ്രാവശ്യം കൂടെ നമ്മോട് സംസാരിക്കുന്നത്, ഇനിയും മേലാൽ ഒരു മനുഷ്യനെയും മലിനനെന്നോ അശുദ്ധനെന്നോ നീ പറയരുത്. ഗോഡ് ബ്ലെസ് യു.